ഇത് ഇന്നലെ നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിച്ചില്ലേനോ? ഈവനിങ് നൈറ്റ് ആയതുകൊണ്ട് ഇന്നലെ പോകണ്ട. കണ്ടാ നല്ല രസമുള്ളൊരു പൂവ്, എന്താ പേരെന്നറിയില്ല ഇതിൻ്റെ കേട്ടാ. നല്ല അടിപൊളി സ്മെല്ലും ഉണ്ട്. നമ്മളെ ഏരിയയിൽ ഇങ്ങനത്തെ കുറേ നല്ല ഫ്ലവർ മരങ്ങളുണ്ട് കേട്ടാ. അടിപൊളി സ്മെല്ലാ ഇതിൻ്റെ, നല്ല സ്മെല്ലാ. ഇത് ലാവണ്ടർ അഫി, ലാവണ്ടറിനെ പോലെ നല്ല സ്മെല്ലുണ്ട്, അതുകൊണ്ട് ഇരിക്കുന്നത്. ഇതുവരെ ശ്രദ്ധിച്ചില്ല നിങ്ങള്? നമുക്ക് ഇത് അപൂർവമായ ഒരു കാഴ്ചയാണ്. കാരണം ഇന്നലെ രാത്രിയേക്ക്, അപ്പൊ രാത്രി ആകുമ്പോ ഇതിലോട്ട് നടന്നു പോയപ്പോ കണ്ടിട്ടില്ല. ഇതിന്റെ സ്മെല്ല്, നല്ല സ്മെല്ല്. നിങ്ങൾ കൊറേ കൊല്ലായി ഇവിടെ? 4 വർഷമായില്ല. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ല? പറഞ്ഞപ്പോഴാണ് അതിന്റെ ഭംഗി ഞങ്ങൾ ശ്രദ്ധിക്കണത്. നിങ്ങൾ പറഞ്ഞപ്പോ ഭംഗി ആസ്വദിക്കാറില്ല. ഞങ്ങളിവിടെ ശരിയായിരിക്കണോ? പേരറിയില്ലല്ലേ? നല്ല സ്മെല്ലുണ്ട് ഇതിലോട്ട് പോകുമ്പോ തന്നെ, നല്ല സ്മെല്ലുണ്ട്. ഇതിന്റെ പേരറിയാവോ? ഇതിന്റെ പേരറിയില്ലല്ലേ? ലാവണ്ടർ, ലാവണ്ടറാ ഇത്? ലാവണ്ടർ നല്ല രസമുണ്ട്, നല്ല ലാവണ്ടർ പോലെ ഉണ്ട് ഈ ഒരു ഫ്ലവർ കേട്ടാ. ഏതാ ഫ്ലവർ എന്നറിയില്ല. നമ്മളെ നാട്ടിൽ കാണുന്ന ഇതിന്റെ പേര് തന്നെ ചെമ്പകം. ചെമ്പകപ്പൂവേ സുന്ദരി പൂവേ. പാലപ്പൂ, പാലപ്പൂ, പാലല്ല. നമ്മളോ വണ്ടി വരുന്നുണ്ട്. ഇവിടെ ഏതാ വേറെ നല്ല മഞ്ഞപ്പൂവ്. ആഹാ, എന്ത് രസാ അല്ലേ? ആയിഷ വേണ്ടേ? നമ്മൾ കം 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 പോരി 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 ഓളെ കൂട്ട്. നമ്മൾ നടന്നിതാ ടിവോളിന്റെ ബാക്ക് സൈഡ് എത്തിക്കണ്ടിതാ. ഇവിടെ കത്തല്ലല്ലോ, നാട്ടിൽ ഇതൊന്നും വലിയ കാര്യമല്ല. പക്ഷെ ഇവിടെ നമ്മൾ ഇതുപോലെതാ ഏതൊരു പച്ചപ്പ് കണ്ടാലും നമ്മൾ അങ്ങോട്ട് ആകർഷിക്കും. നല്ല കിളികളെ സൗണ്ട് കേൾക്കുന്നുണ്ടാ? ഈ മരത്തിൽ ഇഷ്ടം പോലെ കിളികളുണ്ട് കേട്ടാ. കൂടണേന്നാ, നല്ല ഭംഗിയുണ്ട്. ഞങ്ങളുടെ ഇതിൻ്റെ ബാക്കിലായിട്ട് വരും ഇത്. നമ്മളുണ്ട് കുറേ കിളികൾ. അവരവിടെ എത്തി. പച്ചപ്പ് കണ്ടിട്ട് ഇങ്ങോട്ട് കയറിയതാ. നിറയെ കിളികളെ സൗണ്ടാ. ഇവിടെ ആ മഴയെല്ലാം പെയ്ത സമയത്ത് ഇതാ ഈ കാണുന്നിടം മൊത്തം വെള്ളേനും, ഒരു കടൽ പോലെ ഉണ്ടേനും. കാറിൽ നിന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് കാണാൻ. സണ്ണിതാ What is that? What? ഇതാ അങ്ങോട്ടെല്ലാം ഉണ്ട് കേട്ടാ പച്ചപ്പ്. യെസ്, പല സംഭവങ്ങളുണ്ടാവുക പ്രകൃതിയിലുള്ളതല്ലേ. ആ സമരോ നോ
കുറച്ചധികം മുൻപേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പുഡിങ്ങിൻ്റെ വീഡിയോ ആണ് ഇത്. മുൻപെന്ന് വെച്ചാൽ മിസൈലും വാറും ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതിനും മുൻപേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു പുഡിംഗ് ആണ്. ഒരു ഓറഞ്ച് മിൽക്ക് ജെല്ലി പുഡിംഗ്, ഒരു ജെല്ലി ടൈപ്പിൽ വരുന്ന ഒരു പുഡിംഗ്. സംഭവം ഞാനിത് ഉണ്ടാക്കിയ സമയത്ത് ഫ്ലോപ്പ് ആയി പോയിട്ട് വീണ്ടും മാറ്റിയിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ലേറ്റ് ആയി പോയതും പോസ്റ്റ് ചെയ്യാൻ. അപ്പൊ ഇത് ഉണ്ടാക്കിയെടുക്കാൻ സിമ്പിൾ ആണ്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു 4 ഓറഞ്ച് എടുത്തിട്ട് അതിന്റെ ജ്യൂസ് എടുക്കുക. ജ്യൂസ് എടുക്കാന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നതല്ല, അതിന്റെ ആ ഒരു പ്യൂരി മാത്രം കിട്ടുന്ന തരത്തിൽ പിഴിഞ്ഞെടുക്കില്ലേ, അങ്ങനെ എടുക്കുക. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് വെനില എസൻസും പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ജലാറ്റിൻ ആണ്. ഒരു പാക്കറ്റ് ജലാറ്റിൻ പകുതിയാക്കിയിട്ട് ഈ ഒരു 2 മിക്സിലും ചേർത്ത് കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതാണ് എനിക്ക് ഈ ഒരു പുഡിംഗ് ഫ്ലോപ്പ് ആവാൻ കാരണം. അതായത് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ലെയർ ആയിട്ട് ഒരു മിൽക്ക് പുഡിംഗ്, പിന്നെ ആ ഒരു ഓറഞ്ച് പുഡിംഗ്, അങ്ങനെ ലെയർ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിരുന്നു. പക്ഷെ ഈ ജലാറ്റിൻ ചേർത്ത് കൊടുത്തതിന് ശേഷം അത് ലൂസായിട്ടാണല്ലോ ഉണ്ടാവുക. അപ്പൊ അത് നമുക്ക് ലെയർ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇത് ഈ ഒരു സമയത്തൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ലേ. ബൗളിലേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്താണ് മനസ്സിലായത്, ഇത് ലൂസായിട്ടാണല്ലോ ഉണ്ടാവുക, ഇതിലേക്ക് കോൺഫ്ലോർ പൗഡർ ആണല്ലോ വേണ്ടിയിരുന്നെന്ന്. അപ്പോൾ നമ്മൾ കോൺഫ്ലോർ പൗഡർ എടുക്കുന്ന സമയത്ത് ആ ഒരു ജലാറ്റിൻ ഞാൻ നേരത്തെ ഇതിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടില്ല, ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു 2 മിക്സൊന്നും ഓരോ ബൗളിലോട്ട് പാലും ഓറഞ്ചിൻ്റെ ജ്യൂസും ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്തോളം കോൺഫ്ലോർ പൗഡർ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് ഈ ഒരു മിക്സ് നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ പാലിൻ്റെ ഇതിൽ മിക്സ് ചെയ്ത കോൺഫ്ലോർ ഉണ്ടല്ലോ, അത് പാലിൻ്റെ ആ ഒരു മിക്സിലോട്ടും മറ്റേത് ഓറഞ്ചിൻ്റെ ജ്യൂസിലോട്ടും ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായി ഒന്ന് തിക്കായി വരുന്ന സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എന്താ, ഈ ഒഴിച്ചു കൊടുത്തത് നമ്മൾ നേരത്തെ ജലാറ്റിൻ ആക്കിയപ്പോൾ സംഭവിച്ചതാണ്. അങ്ങനെ ഒഴിച്ചു കൊടുത്തപ്പോഴാണ് എനിക്ക് അബദ്ധം മനസ്സിലായിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് വീണ്ടും എല്ലാം മാറ്റിയിട്ട് വീണ്ടും ഓറഞ്ചിൻ്റെ ജ്യൂസും മിൽക്കും ഒക്കെ എടുത്ത് അതിലേക്ക് കോൺഫ്ലോർ പൗഡർ മിക്സ് ചെയ്തിട്ട് ഇപ്പം ഇതാ ഈ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ചെറുതായി തിക്കായി വരുന്ന സമയത്ത് പിന്നെ കോൺഫ്ലോർ പൗഡർ ചേർക്കുന്ന സമയത്ത് പെട്ടെന്ന് കട്ട കെട്ടിപ്പോകും. അപ്പോൾ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തിട്ട് വേണം അത് നമുക്ക് തിക്കാക്കി എടുക്കാൻ. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ചൂടോട് കൂടെ തന്നെ നമുക്ക് പുഡിംഗ് ബൗളിലോട്ട് സെർവ് ചെയ്ത് കൊടുക്കാം. ആദ്യം കുറച്ച് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക, അതിന് മുകളിലായിട്ട് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക, വീണ്ടും മിൽക്ക് ഒഴിക്കുക, വീണ്ടും ഓറഞ്ച് ജ്യൂസ് ഒഴിക്കുക. അങ്ങനെ നമുക്ക് എത്രയാണോ ലെയർ വേണ്ടത് അത്രയും ഈ ഒരു പുഡിംഗ് ഒഴിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂർ വെക്കുമ്പോൾ തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് സെറ്റാക്കി കിട്ടിക്കോളും. പിന്നെ പുഡിങ്ങിൻ്റെ വലിയ ട്രേ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊഴിച്ചിട്ട് നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാനിതിപ്പം കഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓരോരുത്തർക്ക് ഓരോ ഈ ഒരു പുഡിംഗ് ബൗളിൽ കഴിക്കാൻ പറ്റുമല്ലോ, അങ്ങനെ ഓരോ കുഞ്ഞു ബൗളിലാക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാനിപ്പം ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത്രയൊന്നും വെക്കണമെന്നില്ല, ഒരു 2-3 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നമുക്ക് സെറ്റാക്കി കിട്ടിക്കോളും. അപ്പോൾ നമ്മളെ ഓറഞ്ച് മിൽക്ക് ലെയർ ജെല്ലി പുഡിംഗ് അങ്ങനെ തന്നെ പറയാം. കാരണം ഇത് കഴിക്കുന്ന സമയത്ത് എനിക്കൊരു ജെല്ലി പോലെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് മധുരമൊക്കെ ആയിരുന്നേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. ആ ഒരു വാനിലയുടെ ഫ്ലേവറും മിൽക്കിൻ്റെയും ഓറഞ്ചിൻ്റെയും ഒക്കെ ഫ്ലേവറായിട്ട് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലോട്ട് ഒന്ന് കമഴ്ത്തി കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്താണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ലെയറൊക്കെ പെട്ടെന്ന് കാണാൻ പറ്റുക. അതുപോലെ കട്ട് ചെയ്യുന്ന സമയത്തും എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാനൊക്കെ ഏറ്റവും നല്ലത് നമ്മളെ വലിയ പുഡിങ്ങിൻ്റെ ട്രേ ഉണ്ടല്ലോ, റെക്ടാങ്കിൾ ഷേപ്പിലും സ്ക്വയർ ഷേപ്പിലൊക്കെ ഉള്ള, അതിലൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. കാണാനും നല്ല ഭംഗിയും ലുക്കും ഒക്കെ ഉണ്ടാവുക അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്താണ്. ഇതിപ്പോൾ ഞാൻ ആ ഒരു ഓരോ കുഞ്ഞു ബൗളിൽ അങ്ങനെ തന്നെ സ്പൂണിട്ടിട്ട് കോരി കഴിക്കാന്നുള്ള ആ ഒരു ധാരണയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് ജെല്ലി പോലെ ഉണ്ടായിരുന്നേ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു തണുപ്പോട് കൂടിയിട്ട് കഴിക്കാൻ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുപോലത്തെ ആ ഒരു ടെക്സ്ചർ ആയിരുന്നു ഈ ഒരു പുഡിങ്ങിന് ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ ഈ ഒരു കുഞ്ഞു ബൗളിൽ സെറ്റ് ചെയ്തെടുത്തത് ഇങ്ങനെ തന്നെ സ്പൂൺ ഇട്ടിട്ട് കോരി കഴിക്കാം. ഞാനിപ്പോൾ ഇതാ ഒരു 4 ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്, എന്നിട്ട് സ്പൂൺ കൊണ്ട് കോരി കഴിക്കുക ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ ഓറഞ്ചിന് പകരമായിട്ട് മാംഗോ വെച്ചിട്ടും നമുക്കിത് ചെയ്തെടുക്കാം. പിന്നെ മാംഗോൻ്റെത് ഞാൻ ഓൾറെഡി നമ്മൾ ചൈന ഗ്രാസ് വെച്ചിട്ടുള്ളത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അത് ഇതുപോലെ ലെയർ ആയിട്ടല്ല, വെറും ഒറ്റ ലെയർ. ആദ്യം മിൽക്കിൻ്റെ പുഡിംഗ് ഒഴിച്ചു കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ആ ഒരു മാംഗോ ജ്യൂസിൻ്റെ പ്യൂരി ഒഴിച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള 2 ലെയർ ആയിട്ടുള്ള ആ ഒരു പുഡിങ്. ഇതുപോലെ ലെയർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്കും കോൺഫ്ലോർ പൗഡർ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണേ. പിന്നെ ജലാറ്റിനും ചൈന ഗ്രാസും ഒക്കെ ചേർത്തിട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറും ആ ഒരു ഒറ്റ ലെയർ ആയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നാട്ടിലൊക്കെ ഇഷ്ടം പോലെ മാങ്ങ കിട്ടുന്ന സമയമാണല്ലോ. അപ്പം മാംഗോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഓറഞ്ചിന്റെ ആ ഒരു ഭാഗം മാത്രം സ്കിപ്പ് ചെയ്തിട്ട് സെയിം മാംഗോ വെച്ചിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്തെടുക്കാം ഈ ഒരു ലെയർ പുഡിങ്. അപ്പോൾ ട്രൈ ചെയ്തൊക്കെ മറക്കണ്ട. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും മറക്കില്ലല്ലോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.